നമസ്കാരം. ഈ ഞരമ്പൻ പ്രവർത്തനങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. നമ്മൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാര്യം നട്ടാൽ കുരുക്കാത്ത നുണയാണല്ലോ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ പുണ്യാളച്ച മുഖ്യമന്ത്രി ചെയ്തത് മാത്രമേ ഈ നാട്ടിലുള്ളൂ എന്നാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രചരണത്തിനിടെ ചില യാഥാർത്ഥ്യങ്ങൾ ഈ ഘട്ടത്തിൽ ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. 2011 മുതൽ 16 വരെ ഈ ചാണ്ടിച്ചന്റെ, അതായത് പുണ്യാളച്ച മുഖ്യമന്ത്രിയുടെ സുവർണകാലം, ആ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങളെല്ലാം തുടക്കമിട്ടിരുന്നു എന്ന് പറയുകയാണ്. ആ കാലഘട്ടത്തിൽ ദേശീയപാതയെക്കുറിച്ച് ഇന്നിപ്പോൾ നിങ്ങൾ പല ദൃശ്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ചാണ്ടിച്ചന്റെ കഴിവാണെന്നാണല്ലോ പറയുന്നത്. ആ പറയുന്നവർ ആദ്യം ഈ ചാണ്ടിച്ചൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞൊരു പ്രതികരണം കേൾക്കണം. എന്തായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ദേശീയപാത വരുന്നത്? കാര്യം ഇന്നിപ്പോൾ ദേശീയപാത യാഥാർത്ഥ്യമാവുകയാണ്. ഏതാനും മാസങ്ങൾക്കകം ഇവിടെ ദേശീയപാത ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് എന്തായിരുന്നു 10 വർഷങ്ങൾക്ക് മുന്നേ ദേശീയപാതയെ സംബന്ധിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി പറഞ്ഞതെന്ന് നിങ്ങൾ കേൾക്കണം. നിങ്ങളത് ഓർക്കേണ്ടത് ഇന്നിന്റെ ആവശ്യം കൂടിയാണ്. അതിവേഗ റോഡോ കേരളത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് എത്രമാത്രം സാധ്യമാകും, സ്ഥലം എടുപ്പ് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. കേട്ടല്ലോ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതൊന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. ആര് പറയുന്നത്? അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി. അതുകൊണ്ട് ദേശീയപാത ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്തു. ആ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ഓപ്പൺ ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് അതിനെ എത്തിച്ചതിന് പിന്നിലും ഒരു വലിയ ശ്രമമുണ്ടെന്നേ. 1-2 അല്ല, 10 വർഷം. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. ആ 365 ദിവസം ഇൻറ്റു 10ലേക്ക് എത്തുമ്പോൾ എന്തോരം കഷ്ടപ്പാടുകൾ അതിൻ്റെ പിന്നിൽ നടത്തി എന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇതിനിടയിൽ എന്തോരം പ്രതിഷേധങ്ങൾ വയൽക്കിളികളുടെ രൂപത്തിൽ, മറ്റിടങ്ങളിൽ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചെളിയൊക്കെ കെട്ടുമ്പോൾ അവിടെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം, ഗതാഗത പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം സർക്കാരിനെതിരെ ആഘോഷിച്ചവർ ഇന്നിപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുമ്പോൾ അന്ന് ഇച്ഛാശക്തിയോടുകൂടി 2016 ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ ഒഴിവാക്കി വിടുമ്പോൾ അടുത്തതായി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ 2016 തുടങ്ങി 2024 എത്തുമ്പോൾ ആ ദേശീയപാതയെക്കുറിച്ച് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അന്ന് അതിനെ മുടക്കാൻ വേണ്ടി ബംഗാളിൽ നിന്ന് വരെ മണ്ണുമായിട്ട് വന്നവർ ഇന്ന് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നു എന്നുകൂടി നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. ഓർമ്മിക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. നാഷണൽ ഹൈവേ വികസനത്തിന് ഭൂമി ഇല്ലാതെ പറ്റില്ല. ആ ഭൂമി എടുത്തേ തീരും. UDF സർക്കാരിന്റെ കാലത്ത് ചെയ്യാത്തത് കൊണ്ടാണ്, ആ ഭാഗത്ത് ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കേരളത്തില് നാഷണൽ ഹൈവേ വികസനം തീരെ നടക്കാതെ പോയി. അവിടെ ഉപേക്ഷിക്കാനല്ല സർക്കാർ തയ്യാറായത്. കാരണം നമ്മുടെ നാട് നമുക്ക് പ്രിയപ്പെട്ടതാണ്. നാടിന്റെ വികസനത്തിന് ഇത് ഒഴിച്ചുകൂടാത്തതാണ്. 5600 കോടിയോളം രൂപ നമ്മൾ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ മൊത്തം സംഖ്യയുടെ 25% കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. ജനുവരിയിൽ നാഷണൽ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങൾ പറ, 10 വർഷത്തിനിടയിൽ മാറ്റം കൊണ്ടുവന്നില്ലേ? മാറ്റം വെറുതെ കൊണ്ടുവന്നതല്ല, ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ വന്നപ്പോൾ ഇവിടെ അടിനാശം, വെള്ളപ്പൊക്കം, പോരാത്തതിന് പണമില്ല. അങ്ങനെ ചെയ്യാൻ ഒരു നിർവാഹവുമില്ല. അത്രയും പണം മുടക്കാൻ സംസ്ഥാനത്തിന് ശേഷിയില്ല. ആ അവസ്ഥയിലായിരുന്നു കേരളത്തിന്റെ ഖജനാവെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഒന്നുമില്ലാത്ത ഖജനാവ് കൈമാറി. ആ ഖജനാവ് വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള സാമ്പത്തിക മാനേജ്മെന്റും ഒപ്പം തന്നെ ഇച്ഛാശക്തിയും കാഴ്ചപ്പാടും ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഉറച്ച തീരുമാനവും ഉണ്ടായിട്ടില്ലേ? അതേ നിങ്ങളോട് പറയുന്നുള്ളൂ. ആ പൂച്ച പെറ്റുകിടന്ന ഒരു ഖജനാവെടുത്ത് കൈമാറി. ആ ഖജനാവ് വെച്ചിട്ട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ റോഡുകൾ, സ്കൂളുകൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, അതായത് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പലതും മാറ്റിയിട്ടുണ്ട്. മൊത്തമായി മാറി എന്നുള്ള അവകാശവാദമേ ഉന്നയിക്കുന്നില്ല.
പക്ഷെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന പലതും ഇന്നലകളിൽ അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് ഒരു ദേശീയപാത കൊണ്ടുവരാനുള്ള ശേഷിയില്ലാത്തവർ ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ പിന്നിൽ ഓരോരോ കുഴുത്തുരുമ്പുകളും കുപ്രചരണങ്ങളും പച്ചക്കള്ളങ്ങളും ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ആശാന്മാർ നിരനിരയായി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തെന്ന് ആലോചിച്ച് നോക്കിയേ. 5500 കോടി രൂപ ചെലവാക്കി ഈ നാട്ടിലെ മനുഷ്യർക്ക് അർഹതപ്പെട്ട പണം അവരുടെ കയ്യിൽ കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തു. ഏറ്റവും ചെലവേറിയ സ്ഥലമാണ്, ഇവിടെ ഭൂമിയെ ഞങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് ആ നാട്ടിലെ ജനങ്ങളെ വഴിയാധാരമാക്കാതെ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള പണം കയ്യിൽ കൊടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തപ്പോ ദേശീയപാത വന്നു. ഇച്ഛാശക്തിയല്ലേ? ഞങ്ങളുടെ ഖജനാവിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഒരിക്കൽ കൂടി നിങ്ങൾ കേട്ടിരിക്കണം. അതായിരുന്നു ഈ നാടിന്റെ അവസ്ഥയെന്ന ഓർമ്മപ്പെടുത്തലിന് വേണ്ടി. അതിവേഗ റോഡോ കേരളത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലത്തിന്റെ എത്രമാത്രം സാധ്യമാകും സ്ഥലം എടുപ്പ് സംബന്ധിച്ചുള്ള എതിർപ്പുകളെ ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തിട്ടില്ല.